ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അമേരിക്കൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 250-ാം വാർഷിക ദിനത്തിൽ കുടിയേറ്റക്കാരുടെ ദുരിതപൂർണമായ യാത്രകൾക്കും അവരുടെ മനുഷ്യാവകാശങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ ലാംപദൂസ ദ്വീപിലെത്തി. യൂറോപ്പിലേക്കുള്ള കുടിയേറ്റക്കാരുടെ പ്രധാന പ്രവേശന കവാടമായ ലാംപദൂസയിൽ വെച്ച് കടലിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും അതിജീവിച്ചവർക്കുമായി കൂടിക്കാഴ്ച നടത്തിയും പാപ്പ തന്റെ സന്ദർശനം പൂർത്തിയാക്കി. 2013 ഫ്രാൻസിസ് പാപ്പ നടത്തിയ ചരിത്രപരമായ സന്ദർശനത്തിന്റെ പാത പിന്തുടർന്നാണ് ലിയോ പാപ്പയും ഇവിടെ എത്തിയത്. ലിയോ 14 പാപ്പയുമായി വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. കൊളംബിയയിലെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും രാജ്യത്ത് സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും അനുരഞ്ജനത്തിനുമായി നടന്നുവരുന്ന ശ്രമങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. കൊളംബിയയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും അക്രമങ്ങൾ കുറച്ചുകൊണ്ടുവരുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പാപ്പ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. സമാധാന ചർച്ചകളിൽ സഭയുടെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹിക അസമത്വങ്ങൾ കുറയ്ക്കൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ദളിതർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന മാധ്യമപ്രവർത്തകരെ ആദരിക്കുന്നതിനായി CBCI പ്രത്യേക അവാർഡിന് നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ദളിത് സമൂഹത്തിന്റെ അവകാശങ്ങൾക്കും അന്തസ്സിനും ഉന്നമനത്തിനുമായി മികച്ച റിപ്പോർട്ടിംഗ് നടത്തിയ മാധ്യമപ്രവർത്തകർ, പ്രസിദ്ധീകരണങ്ങൾ, എഴുത്തുകാർ എന്നിവർക്കാണ് CBCI ഓഫീസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് സ്പെഷ്യൽ അവാർഡ് 2026 നൽകുന്നത്. ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷനാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ മതനിന്ദാ കുറ്റം ആരോപിച്ച് തടവിലാക്കപ്പെട്ട അമീർ പീറ്റർ എന്ന കത്തോലിക്ക വിശ്വാസി ജയിലിൽ വെച്ച് മരണപ്പെട്ടു. ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നിട്ടും മതിയായ ചികിത്സയോ ജാമ്യമോ ലഭിക്കാതെയാണ് ഇദ്ദേഹം മരണപ്പെട്ടതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും കുടുംബവും ആരോപിക്കുന്നു. ബുധനാഴ്ച ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 2025 ജൂലൈയിലാണ് ലാഹോറിലെ ഒരു കടയുടമയുമായുണ്ടായ തർക്കത്തെ തുടർന്ന് അമീർ പീറ്ററിനെതിരെ വ്യാജ മതനിന്ദാ കുറ്റം ചുമത്തിയത്. ഒരു ചെറിയ തർക്കം പിന്നീട് മതനിന്ദാപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് വലിയൊരു ക്രിമിനൽ കേസായി മാറുകയായിരുന്നു. ലാഹോറിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ വികാരിയച്ഛനായ ഫാദർ ഹെൻറി പോളിന്റെ സഹോദരനാണ് അമീർ പീറ്റർ. മാർപ്പാപ്പയുടെ അനുമതിയില്ലാതെ മെത്രാൻ പട്ടം നൽകിയ നടപടിയെ തുടർന്ന് സൊസൈറ്റി ഓഫ് സെന്റ് പയസ് 10 എന്ന പരമ്പരാഗത കത്തോലിക്ക വിഭാഗത്തിനെതിരെ വത്തിക്കാൻ കടുത്ത നടപടികളുമായി മുന്നോട്ട്. ജൂലൈ 1 സ്വിറ്റ്സർലൻഡിലെ എക്കോണിൽ വെച്ച് നടത്തിയ വിവാദപരമായ മെത്രാൻ അഭിഷേകത്തിന് പിന്നാലെയാണ് ഈ നടപടി. മാർപ്പാപ്പയുടെ അനുമതിയില്ലാതെ 4 പുതിയ മെത്രാൻമാരെ വാഴിച്ച നടപടി കത്തോലിക്ക സഭയിലെ നിയമങ്ങൾക്കും ഐക്യത്തിനും എതിരായ വിഭജന നടപടിയാണെന്ന് വത്തിക്കാൻ പ്രഖ്യാപിച്ചു. ഇതിൽ പങ്കെടുത്ത മുഖ്യ കാർമ്മികരും പുതിയതായി പട്ടം ലഭിച്ചവരുമടക്കം 6 മെത്രാൻമാർ പുറത്താക്കൽ നടപടി നേരിട്ടു. സൊസൈറ്റി ഓഫ് സെന്റ് പയസ് 10 എല്ലാ വൈദികരും സഭയുമായി അകന്നുവെന്നും അവരും സഭാപരമായ ബഹിഷ്കരണത്തിന് വിധേയരാണെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. ഈ പ്രസ്ഥാനത്തോട് ഔദ്യോഗികമായി ചേർന്ന് നിൽക്കുന്ന സാധാരണ വിശ്വാസികളും സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായി കണക്കാക്കപ്പെടും. ഈ പ്രസ്ഥാനത്തിലെ വൈദികർ നൽകുന്ന കുമ്പസാരം, വിവാഹം തുടങ്ങിയ കൂദാശകൾ അസാധുവാണെന്നും വത്തിക്കാൻ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.